അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബനാ സിദ്നാ ഇൽമൻ നാഫിഅൻ വതഖബ്ബൽ മിന്നാ വർസുഖ്നൽ ഇഖ്ലാസ ഫീ കുല്ലി അഅമാലിനാ യാ റബ്ബൽ ആലമീൻ. ഏറെ സ്നേഹാദരണീയരായ ഖുർആൻ വിജ്ഞാന പരീക്ഷയിലെ പഠിതാക്കളെ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നമ്മൾ സൂറത്തു സജദയുടെ അവസാന ഭാഗത്തിലെത്തിയിരിക്കുകയാണ്. ഇനി 5 ആയത്തുകൾ കൂടിയാണ് നമുക്ക് ആ തഫ്സീർ പൂർത്തിയാകാൻ ബാക്കിയുള്ളത്. അള്ളാഹു ഇഷ്ടപ്പെടും പ്രകാരം അതിൻ്റെ പഠനം പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും ഏകി അനുഗ്രഹിക്കട്ടെ. 26-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولم يهد لهم كم أهلكنا من قبلهم من القرون يمشون في مساكنهم إن في ذلك لآيات أفلا يسمعون. ആയത്തിൻ്റെ മുഴുവൻ അർത്ഥപ്രകാരമാണ്: ഇവർക്ക് മുമ്പ് എത്രയോ തലമുറകളെ നാം നശിപ്പിച്ചിരിക്കുന്നുവെന്നത് ഇവർക്ക് മാർഗദർശനം നൽകുന്നില്ലേ? ഇവർ അവരുടെ വാസസ്ഥലങ്ങളിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. നിശ്ചയമായും അതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്, എന്നിട്ടും ഇവർ കേട്ടറിയുന്നില്ലേ? അഥവാ മക്ക മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ നിഷേധിക്കുന്ന നിഷേധത്തിൻ്റെ നാശത്തെക്കുറിച്ചിട്ടുള്ള ഒരു താക്കീതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അഥവാ അവർക്ക് മുൻകഴിഞ്ഞ ഒരുപാട് സമുദായങ്ങൾ അവർ ഈ രൂപത്തിൽ നിഷേധിച്ചു. അവരുടെ പര്യവസാനം എന്തായിരുന്നു എന്നവർക്കറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം ആ മദായിന സാലിഹ്, ലൂത്ത് നബിയുടെ സമുദായം നശിച്ചു പോയതായ പ്രദേശം അവരുടെ സമീപ പ്രദേശമാണ്. അതുപോലെ തന്നെ ഹൂദ് നബിയുടെ അതുപോലുള്ള ഇത് അവരുടെ സമീപ പ്രദേശത്താണ്. അവർക്കത് കാണാനും അറിയാനും പറ്റും. അതിലൂടെ അവർ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചയിലും ആ പ്രദേശങ്ങളിലും ആ ചരിത്രങ്ങളിലുമൊക്കെ അവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നതാണ് ആയത്തിൻ്റെ ഒരു വിശദീകരണം. വാക്കർത്ഥം നോക്കുകയാണെങ്കിൽ, അവലം യഹ്ദി മാർഗദർശനം നൽകുന്നില്ലേ, വഴികാട്ടുന്നില്ലേ, ലഹും അവർക്ക്, കം അഹ്ലക്ന നാം എത്രയോ നശിപ്പിച്ചിരിക്കുന്നു, മിൻ ഖബ്ലിഹിം ഇവരുടെ മുമ്പ്, മിനൽ ഖുറൂനി തലമുറകളിൽ നിന്ന്, യംശൂന ഇവർ സഞ്ചരിക്കുന്നു, ഫി മസാക്കിനിഹിം അവരുടെ വാസസ്ഥലങ്ങളിൽ, ഇന്ന ഫി ദാലിക നിശ്ചയമായും അതിലുണ്ട്, ല ആയാത്തിൻ പല ദൃഷ്ടാന്തങ്ങളും, അഫലാ യസ്മഊൻ എന്നിട്ടും അവർ കേൾക്കുന്നില്ലേ എന്നതാണ് വാക്കർത്ഥം. തൊട്ടടുത്ത ആയത്ത് 27-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പുനരുത്ഥാനത്തിനെ കുറിച്ച് അതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു പ്രകൃതിപരമായ തെളിവാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 27-ാമത്തെ ആയത്തിൽ പറയുന്നത്. أولم يروا أنا نسوق الماء إلى الأرض الجرز فنخرج به زرعا تأكل منه أنعامهم وأنفسهم أفلا يبصرون. ആയത്തിൻ്റെ മുഴുവൻ അർത്ഥം നമ്മൾ നോക്കുകയാണെങ്കിൽ, വരണ്ട് കിടക്കുന്ന ഭൂമിയിലേക്ക് നാം വെള്ളത്തെ കൊണ്ടുചെല്ലുന്നു എന്നുള്ളത് ഇവർക്ക് കണ്ടുകൂടെ? അങ്ങനെ ഇവരുടെ കന്നുകാലികളും ഇവർ തന്നെയും തിന്നുകൊണ്ടിരിക്കുന്ന കൃഷിയെ നാം അതുമൂലം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു, എന്നിട്ടും ഇവർ കണ്ടറിയുന്നില്ലേ എന്നതാണ്. അവലം യറൗ എന്ന വാക്കിൻ്റെ അർത്ഥം അവർ കാണുന്നില്ലേ എന്നാണ്. യറൗ അവർ കാണുന്നില്ലേ. അന്നാ നസൂഖു നാം തെളിച്ചുകൊണ്ടു പോകുന്നത്, അൽമാ വെള്ളത്തെ, ഇലൽ അർദിൽ ജുർസി വരണ്ട ഭൂമിയിലേക്ക്. അർദ് ഭൂമി, അൽ ജുർസ് എന്ന് പറഞ്ഞാൽ വരണ്ട അഥവാ സസ്യങ്ങളില്ലാത്ത. ഫനുഖ്രിജു അങ്ങനെ നാം പുറപ്പെടുവിക്കുന്നു, ബിഹി അതുകൊണ്ട്, സറഅൻ കൃഷിയെ, തഅക്കുലു എന്നിട്ട് തിന്നുന്നു, മിൻഹു അതിൽ നിന്ന്, അനാമുഹും അവരുടെ കന്നുകാലികൾ, വഅൻഫുസുഹും അവരുടെ ദേഹങ്ങളും, അഫലാ യുബ്സിറൂൻ എന്നിട്ടും അവർ കാണുന്നില്ലേ, കണ്ടറിയുന്നില്ലേ എന്നാണ്. അപ്പോൾ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ സൂചിപ്പിച്ച പ്രകാരം പുനരുത്ഥാനത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രകൃതിപരമായ തെളിവാണ്. അഥവാ ഭൂമി, വരണ്ട് കിടക്കുന്ന ഭൂമി, ആ വരണ്ട് കിടക്കുന്ന ഭൂമി അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ മൂലം വെള്ളം കൊണ്ടുവരുന്നു. ആ വെള്ളം മുഖേന ആ ഭൂമിയിൽ കൃഷി ഉണ്ടാകുന്നു, ചെടികളുണ്ടാകുന്നു. ആ ചെടികളിൽ നിന്ന് കന്നുകാലികൾ
അവർ തിന്നുന്ന ഭക്ഷണങ്ങൾ അതിലുണ്ട്, പുല്ലുകളും മറ്റ് സസ്യങ്ങളും കന്നുകാലികൾ തിന്നുന്നതായ ഭക്ഷണം അതിലുണ്ട്. അതുപോലെ തന്നെ മനുഷ്യർ തിന്നുന്നതായ ഭക്ഷ്യവസ്തുക്കളും അതിലൂടെ മുളച്ചു വരുന്നവയിൽ ഉണ്ട്. അപ്പോൾ ആ വരണ്ട ഭൂമി ഒന്നുമില്ലായ്മ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വരണ്ടതായ ഭൂമിയെ വെള്ളം കൊടുത്തു അതിൽ ജീവനുള്ളതായ ഒരു ഭൂമിയാക്കി മാറ്റി. അപ്പോൾ അതിന് കഴിവുള്ള റഹ്മാനായ റബ്ബിന് പരലോകം സ്ഥാപിക്കാനും കഴിവുണ്ട് എന്നതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിക്കുന്നത്. ഇനി തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് മുശ്രിക്കീങ്ങളുടെ ഒരു സംസാരം, മുശ്രിക്കീങ്ങളുടെ ഒരു വാദം, ഓരോരുടെ പരിഹസിക്കൽ എന്താണ്? 28-ാമത്തെ ആയത്ത് وَيَقُولُونَ مَتَى هَذَا الْفَتْحُ إِن كُنتُمْ صَادِقِينَ. അവർ പറയുന്നു, എപ്പോഴാണ് ഈ വിജയം നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. അഥവാ വയഖൂലൂൻ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നു, അഥവാ അവിശ്വാസികൾ പറയും, മത്ത എപ്പോഴാണ് ഹാദൽ ഫത്ഹ് ഈ തുറവി വിജയം, ഇങ്കുന്തും സ്വാദിക്കിൻ നിങ്ങളാണെങ്കിൽ സ്വാദിക്കിൻ സത്യവാന്മാരാണെങ്കിൽ. അഥവാ മക്ക, ഈ സൂറത്ത് നമ്മൾ തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നു മക്കിയായ സൂറത്താണ്. മക്കയിൽ ഈ സൂറത്ത് അവതരിപ്പിക്കുന്ന സമയത്ത് മക്ക മുശ്രിക്കുകളിൽ നിന്ന് ഉപദ്രവങ്ങളും മർദ്ദനങ്ങളൊക്കെ മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ള സമയത്ത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾക്ക് സമാധാനം പകരുമായിരുന്നു. അവരോട് പറയുമായിരുന്നു, ഇപ്പോൾ ഈ രൂപത്തിലൊക്കെ നമ്മൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട് എങ്കിലും ഭാവിയിൽ യഥാർത്ഥ വിജയം, സാക്ഷാൽ വിജയം അത് മുസ്ലിമീങ്ങൾക്കാണ്, മുഅ്മിനീങ്ങൾക്കാണ്. അവിശ്വാസികൾ പരാജയപ്പെടും, അവിശ്വാസികൾ നശിക്കും, ശാശ്വത വിജയം ലഭിക്കാൻ പോകുന്നത് മുസ്ലിമീങ്ങൾക്ക് തന്നെയാണെന്ന് പറഞ്ഞൊരു സമാധാന വാക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ട്. അപ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്, എപ്പോഴാണ് ഈ വിജയത്തിൻ്റെ ദിവസം, നിങ്ങൾ ഈ പറയുന്ന യൗമുൽ ഫത്ഹ് അത് എപ്പോഴാണ് എന്നാണ്. ആ ഫത്ഹ് എന്ന പദത്തിന് ഇമാം റഹിമഹുല്ലാഹ് വിശദീകരണത്തിൽ പറയുന്നുണ്ട്, ഫത്ഹ് എന്നതിന് തുറവി, വിജയം, തീരുമാനം, ആശ്വാസം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ യൗമുൽ ഫത്ഹ് കൊണ്ടുള്ള ഉദ്ദേശം ആ രൂപത്തിലാണ് അവർ വിജയത്തിൻ്റെ ദിവസം എന്നാണ് എന്ന് ചോദിക്കുന്നത്. അപ്പം അതിന് മറുപടി പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. അടുത്ത ആയത്ത് അതാണ്, 29-ാമത്തെ ആയത്ത്. ഖുൽ യൗമൽ ഫത്ഹി ലാ യൻഫഉ അല്ലദീന കഫറൂ ഈമാനുഹും വലാ ഹും യുൻഫറൂൻ. ഖുൽ നബിയെ താങ്കൾ പറയണം, യൗമുൽ ഫത്ഹ് തുറവിയുടെ ദിവസം ഉണ്ടല്ലോ, ലാ യൻഫഉ അത് ഉപകാരം ചെയ്യുകയില്ല, അല്ലദീന കഫറു അവിശ്വസിച്ചവർക്ക്, ഈമാനുഹും അവരുടെ ഈമാൻ എന്താണ് ഉപകാരം ചെയ്യാത്തത്, അവരുടെ ഈമാൻ ഉപകാരം ചെയ്യൂല തുറവിയുടെ ദിവസം. വലാഹും യുൻദറൂൻ അവർ ഒഴിവ് നൽകപ്പെടുന്നവരുമല്ല, വലാഹും അവരല്ല, യുൻദറൂൻ താമസം ചെയ്തു കൊടുക്കപ്പെടുക അതല്ല എന്ന്. അഥവാ മുഴുവൻ അർത്ഥം നോക്കുകയാണെങ്കിൽ നബിയെ പറയുക, വിജയത്തിൻ്റെ അഥവാ തീരുമാനത്തിൻ്റെ ദിവസം അവിശ്വസിച്ചവരായ ആളുകൾക്ക് അവരുടെ വിശ്വാസം ഫലം ചെയ്യുന്നതല്ല, അവർക്ക് കാലതാമസം ചെയ്തു കൊടുക്കപ്പെടുന്നതുമല്ല. അപ്പോൾ ഈ യൗമുൽ ഫത്ഹ് എന്നാണ്, യൗമുൽ ഫത്ഹ് എന്നതിനെക്കുറിച്ച് ബലപ്പെട്ട ഒരു അഭിപ്രായമായ ഇമാം റഹിമഹുല്ലാഹ് പറയുന്നത് ഖിയാമത്ത് നാൾ എന്നാണ്. ഖിയാമത്ത് നാളിലാണ് ഈ യൗമുൽ ഫത്ഹ് വിജയത്തിൻ്റെ ദിവസം. എന്നാൽ ചില തഫ്സീറിലെങ്കിലും അത് ദുനിയാവിലെ ചില വിജയങ്ങളാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. ഏതായാലും ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്ത് നാളിൽ അവിശ്വാസികൾ വിശ്വസിക്കും, അവർ നിഷേധിച്ചതൊക്കെ അവർ നേരിട്ട് കാണും, ഒരു കണ്ടറിയും. അപ്പോൾ ഓരോരുടെ വിശ്വാസം അവർ സമ്മതിക്കും. അതാണ് പറഞ്ഞത്, ആ ദിവസത്തെ അവരുടെ വിശ്വാസം അവർക്ക് ഉപകരിക്കില്ല. യൗമുൽ ഫത്ഹ് ലാ യൻഫഉ അല്ലദീന കഫറു ഈമാനുഹും, അന്ന് കാഫിരീങ്ങൾ ഈമാൻ ഉള്ളവരായി വിശ്വസിക്കും, പക്ഷെ ആ ഈമാൻ കൊണ്ട് അവർക്ക് ഉപകാരം ഉണ്ടാവില്ല, അതാണ് ഉപകരിക്കില്ല എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഖിയാമത്ത് നാളിൽ അവരുടെ വിശ്വാസം അവർക്ക് ഉപകാരം തരികയില്ല എന്ന് തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആ പരിഹാസത്തിന് മറുപടി പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. ശേഷം 30-ാമത്തെ ആയത്ത് ഈ സൂറത്തിലെ അവസാനത്തെ ആയത്താണ്. ഫഅഅരിദ് അൻഹും വൻതസിർ ഇന്നഹും മുൻതസിറൂൻ. അതുകൊണ്ട് നീ അവരിൽ നിന്നും തിരിഞ്ഞു കളയുക, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക, നിശ്ചയമായും അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എന്താണ് ഫഅഅരിദ്, അതുകൊണ്ട് നീ തിരിഞ്ഞു കളയുക, അൻഹും അവരെപ്പറ്റി, വൻതസിർ കാത്തിരിക്കുകയും ചെയ്യുക, ഇന്നഹും നിശ്ചയമായും അവർ മുൻതസിറൂൻ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്.
അഥവാ മുഅ്മിനീങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷ നൽകിക്കൊണ്ട് നല്ലൊരു സമാധാനം നൽകിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. എന്താണ് പറയണത്? അവരുടെ ഈ മറുപടി ഉണ്ടല്ലോ, അവരുടെ ഈ കളിയാക്കലുണ്ടല്ലോ, ഫഅരിദ് അൻഹും, അവരിൽ നിന്ന് നീ അവഗണനയോടുകൂടി അതായത് തിരിഞ്ഞളയാ, ആ ചോദ്യത്തിനെ ഒഴിവാക്കി കളയാം. ഇന്നും നമ്മുടെ നാട്ടിൽ പിന്നെ പരലോകം നിഷേധിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു തആല നിഷേധിക്കുന്ന, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിനെ തന്നെ ചോദ്യം ചെയ്യുന്ന പല നിരീശ്വരവാദികളും അല്ലെങ്കിൽ അവിശ്വാസികളും ഉള്ള ഒരു നാട്ടിൽ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള മനുഷ്യരോട് നമുക്കുള്ള നിലപാട് അത് തന്നെയാണ്. ഫഅരിദ് അൻഹും, ആ രൂപത്തിലുള്ളവരുടെ ചോദ്യങ്ങളെ അവഗണിച്ചുകളെ. എന്നിട്ട് വൻതദിർ, താങ്കൾ കാത്തിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, താങ്കൾ കാത്തിരിക്കുക. അവർ ചോദിക്കണ യൗമുൽ ഫത്ത് ഉണ്ടല്ലോ, ആ ഒരു തീർപ്പ് പറഞ്ഞൊരു ദിവസം വരാനുണ്ടല്ലോ, അന്ന് ഇതൊക്കെ തീർപ്പാകുമല്ലോ. ആ ദിവസത്തിന് വേണ്ടി, ആ ഖിയാമത്ത് നാളിന് വേണ്ടി, അല്ലെങ്കിൽ ആ മുഅ്മിനീങ്ങൾക്ക് വിജയമാവുന്ന ആ നിമിഷത്തിന് വേണ്ടി താങ്കൾ കാത്തിരുന്നോളിൻ. ഇന്നഹും മുൻതദിറൂൻ, അവരും കാത്തിരിക്കുന്നവരാണ്. അവരുടെയും വിചാരം എന്താണ്? അവരങ്ങനെ കാത്തിരിക്കണം. അവരുടെ വിചാരം ഈ ലോകത്തുള്ളവരെല്ലാവരും ഇങ്ങനെ മരിച്ച് അതങ്ങനെ ഒന്നും ഇല്ലാതായി അങ്ങനെ പോകും, ഒരു ഖിയാമത്ത് നാളും വരില്ല, ഒരു പുനരുദ്ധാനം ഉണ്ടാവുകയില്ല, ഒരു വിചാരണ ഉണ്ടാവുകയില്ല, ഇതങ്ങനെ അങ്ങ് ഒന്നുമില്ലായ്മയിൽ അങ്ങനെ പൊയ്ക്കോളും എന്ന് വിചാരിച്ചാണ് അവരിയ്ക്കുന്നത്. അതും പ്രതീക്ഷിച്ചാണ് അവരിയ്ക്കുന്നത്. അവരതും പ്രതീക്ഷിച്ചിരുന്നോട്ടെ, എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാണാമല്ലോ, താങ്കളും പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു കൊള്ളുക എന്ന ഒരു സമാധാനത്തിൻ്റെ, ഒരു പ്രതീക്ഷയുടെ വാക്ക് നൽകിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തെ അവസാനിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യും പ്രകാരം അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാനും ഖുർആൻ പഠിക്കാനും അതനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താനും ഉള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.